ഹായ്, കേരളത്തിൻ്റെ നിയമപാലകന്മാർ അറിയാൻ നമ്മുടെ കേരളത്തിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും സിറ്റിയിലെ ഏതെല്ലാം രാജ്യത്തെ ആൾക്കാർ ചെറിയ പണിക്കും വലിയ പണിക്കും വന്ന് അവിടെ വന്നിരിക്കുന്നത്. വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കും വന്നിരുന്ന നമ്മുടെ ആൾക്കാർ പണിക്ക് വേണ്ടി ഓരോ പണിക്കും അവരെ വിളിച്ചുകൊണ്ട് പോകും. ഇവർ എങ്ങനെയുള്ളവരെ എന്താണെന്ന് അവർ ചോദിക്കത്തില്ല, പറയത്തില്ല. വീടുണ്ടോ അല്ല വാടകയ്ക്കുണ്ടോ എന്നൊന്നും പറയില്ല. അവരുടെ കാര്യങ്ങൾ നടന്നാൽ മാത്രം മതി. ശമ്പളവും കുറവാണ്. ഇതിൽ പണിയില്ലാത്തവർ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കും. ഇവരൊക്കെ ലഹരി പദാർത്ഥങ്ങൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇവർ പണി കഴിഞ്ഞാൽ വല്ല അമ്പലക്കുളത്തിലോ തോട്ടിലോ പോയി കുളിക്കും. എന്നിട്ട് പൊതിച്ചോറ് മേടിക്കും ഹോട്ടലിൽ നിന്ന്. എന്നിട്ട് റോഡ് സൈഡിൽ പിന്നെ ഏതെങ്കിലും കടയുടെ അവിടെ കൂട്ടും കൂടി കഴിക്കും. അത് അവിടെ ഡെപ്പ ഉണ്ടായാലും ഡെപ്പയിലിട്ടില്ല, വലിച്ചെറിയും. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഉള്ളവരെയും റോഡ് സൈഡിൽ കിടക്കുന്ന വയ്യാത്തവരെ എല്ലാവരും നമുക്ക് പിന്നെ ബസ് സ്റ്റോപ്പുകളിൽ എല്ലായിടത്തും ഉണ്ട് ഇപ്പം ടോയ്ലറ്റ്. അവിടെ ഒരു വലിയ റൂമുകൾ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇവരെ എല്ലാം ആ റൂമിലാക്കുക. എന്നിട്ട് ആൾക്കാർ ഉള്ളവർക്ക് ഇവരെ അവരോട് പറഞ്ഞയക്കാം, അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങൾ തന്നെ നോക്കേണ്ടി വരും. ഇവർ ജോലി ചെയ്യുന്ന കാശ് അന്നന്ന് കഴിച്ച് തീർക്കുകയാണ്. കുടിച്ചും എടുത്തൊക്കെ കഴിച്ച് കിട്ടുന്ന കാശ് പണിയില്ലാണ്ട് നടക്കുന്നവർ അങ്ങനെ ചുറ്റി കിടക്കും. നമ്മുടെ റോട്ടും വീടും കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കും. അപ്പം നമ്മുടെ സംവിധാനങ്ങൾക്കും ഇവരെ അക്രമകാരികളെ പിടിക്കാൻ എളുപ്പമാണ്. ഒരു റൂം എന്തായാലും ടോയ്ലറ്റ് ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റിൽ, അവിടെ വലിയൊരു ഹാള് പോലെ ആക്കി കഴിഞ്ഞാൽ അവരെല്ലാത്തിനും ഇതിലാക്കിയാൽ മതി. കാര്യം ഈ അക്രമങ്ങളും രോഗങ്ങളൊക്കെ മാറണമെങ്കിൽ ഇങ്ങനെ പറ്റൂ. അല്ലാണ്ടൊന്നും ചാനലിൽ കൂടെയൊക്കെ കാണിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നും കൂടുന്നല്ലാണ്ട് കുറയില്ല. ഡെപ്പ ഉണ്ടായാൽ ഇടില്ല. അതിൻ്റെ അറിയണമെങ്കിൽ റോഡ് സൈഡ് വൃത്തിയാക്കാൻ തരുന്നോട് ചോദിച്ചാൽ മതി. കൂടുതലും ഡെപ്പയിലാണോ കിടക്കുന്ന റോഡ് സൈഡിലാണ്. അപ്പം നമ്മുടെ ആൾക്കാർ ഇതൊന്നും ചോദിക്കില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നാൽ മതി. നിയമത്തെ ആരും സഹായിക്കില്ല. അത് നിയമങ്ങളുടെ കണ്ണിലേക്കും കായലേക്കും ഇത് എത്തണം. ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഹായ്.